കോഴിക്കോട് കക്കയത്ത് ഇറങ്ങിയ ആളെക്കൊല്ലി കാട്ടുപോത്തിനെ വെടിവെക്കാൻ പ്രിൻസിപ്പൽ CCF ഉത്തരവിറക്കി. കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിറക്കിയതിനു ശേഷമേ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് അനുവദിക്കൂവെന്ന് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എബ്രഹാമിന്റെ കുടുംബം അറിയിച്ചിരുന്നു. ഇന്ന് രാത്രി കളക്ടറേറ്റിൽ നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷം ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. രൂപ നഷ്ടപരിഹാരം നൽകുക, കുടുംബത്തിലെ ഒരു അംഗത്തിന് ഗവൺമെന്റ് ജോലി, കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലുക തുടങ്ങിയവയായിരുന്നു കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എബ്രാഹിമിന്റെ കുടുംബം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ. ഇത് സംബന്ധിച്ച് ഇന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ചകളും നടന്നു. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കുടുംബത്തിൽ ആർക്കെങ്കിലും ജോലി നൽകാനും ശുപാർശ നൽകും എന്ന് കളക്ടർ ഉറപ്പു നൽകി. എന്നാൽ കാട്ടുപോത്തിനെ വെടിവെക്കുന്ന കാര്യത്തിൽ തീരുമാനമായിരുന്നില്ല. അതേ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കളക്ടറേറ്റിന് മുന്നിലും കക്കയം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലും നടന്നത്. കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിറക്കാതെ പോസ്റ്റ്മോർട്ടം നടത്താൻ അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാർ ഉറപ്പിച്ചു പറഞ്ഞു. ഇനി ഇത്തരമൊരു ദുരന്തമുണ്ടായിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അത് കഴിഞ്ഞിട്ട് മതി ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം. ഈ നഷ്ടപരിഹാരം തുക 50 ലക്ഷമാക്കണം. കുടുംബത്തിനൊക്കെ ജോലി കൊടുക്കണം. കൃഷിഭൂമികളിൽ ഗവൺമെന്റ് ചെലവിൽ ഫെൻസിംഗ് കെട്ടണം. ഇതാണ് ആവശ്യം. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ട് മതി ഇതിന്റെ മറവ് ചെയ്യലും ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം എന്നാണ് കുടുംബത്തിന്റെ നിലപാട്. ഈ ഒരു സാഹചര്യത്തിലാണ് കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലുമെന്ന് പ്രിൻസിപ്പൽ CCF ഉത്തരവിറക്കിയത്. മയക്ക് വെടിവെച്ച് പിടികൂടാനാണ് ഉത്തരവ്. അതിന് സാധിച്ചില്ലെങ്കിൽ മാത്രം വെടിവെച്ച് കൊല്ലാം എന്നും ഉത്തരവിൽ പറയുന്നു. ഫെൻസിംഗിന്റെ പ്രവർത്തനം അടുത്ത ദിവസം തന്നെ തുടങ്ങുമെന്നും ഉത്തരവിലുണ്ട്. അതേസമയം സംസ്ഥാന സർക്കാരിന്റെ കുറ്റകരമായ സമീപനമാണ് പ്രശ്നത്തിന് കാരണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് വ്യക്തമാക്കി. മനുഷ്യജീവന് ദോഷം ചെയ്യുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാമെന്ന് കേന്ദ്രം നേരത്തെ വനം പരിസ്ഥിതി മന്ത്രാലയം സംസ്ഥാനത്തിന് അനുമതി നൽകിയിരുന്നതായും MT രമേശ് കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാരിന് നേരത്തെ തന്നെ ഈ അവകാശം കൊടുത്തിട്ടുള്ളതാണ്. അത്തരം വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുന്നതിന് മറ്റൊരു നിയമപരമായിട്ടുള്ള തടസ്സവും ഇല്ല എന്ന് യാതൊരു സംശയത്തിനിടയില്ലാത്ത വിധം വനം പരിസ്ഥിതി മന്ത്രാലയം വകുപ്പ് മന്ത്രിയും വ്യക്തമാക്കിയതാണ്. പിന്നെ എന്താണ് സംസ്ഥാന സർക്കാരിന് ബുദ്ധിമുട്ട്? ഇന്ന് രാത്രി 9:30 കളക്ടറുമായി ചർച്ച നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം നടപടികളെക്കുറിച്ച് തീരുമാനിക്കുമെന്ന് കുടുംബം അറിയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്.